പോരാളി അധ്യായം 36. ചീഫ് മിനിസ്റ്റർ ദിവാകരൻ സംയമനം കൈവിട്ടില്ല. കസേരയിൽ നിവർന്ന് പിന്നോട്ട് ചാഞ്ഞിരുന്ന് കണ്ണട നേരെ വെച്ച് അദ്ദേഹം സാഗൂതം ആഭ്യന്തരമന്ത്രി യൂനുസ് കുഞ്ഞിനെ നോക്കി. ഇപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന ഭാവത്തിൽ നിൽക്കുകയാണ് ആഭ്യന്തരൻ. എന്താടോ യൂനുസേ, താൻ ഇങ്ങനെ വന്ന കാലിൽ തന്നെ നിൽക്കാതെ അങ്ങോട്ടിരിക്കടോ. താൻ അങ്ങനെ എന്നെ ഇരുത്താനൊന്നും നോക്കണ്ട. എന്റെ കാലുകൾക്ക് നല്ല ബലമാ. കാസർഗോഡ് മുതൽ പാറശാല വരെ നടന്നിട്ടുള്ളവനാ ഞാൻ. കാലുമാറിയും കാലുവാരിയും നല്ല പരിചയമുണ്ട്. മുഖ്യന് ചിരിയാണ് വന്നത്. എന്തിനാടോ ഇങ്ങനെ ആത്മപ്രശംസ നടത്തുന്നത്? ഇത്ര ശോഭിക്കുന്നത് അതിനു മാത്രം എന്തുണ്ടായി? ഒന്നുമുണ്ടായില്ലേ? മുണ്ട് ഒന്നുകൂടി ഉയർത്തി കുത്തിക്കൊണ്ട് യൂനുസ് കുഞ്ഞ് തിരക്കി. ഛേ, തന്റെ ഈ നിൽപ്പ് പത്രക്കാര് കാണാത്തത് ഭാഗ്യം. അല്ലെങ്കിൽ നാളെ 1-ാം പേജിൽ ഒരു പെട്ടിപ്പടം പബ്ലിഷ് ചെയ്തേനെ. ദേ, തന്റെ ഈ വളിച്ച തമാശ കേൾക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. സ്ഥാനത്തും അസ്ഥാനത്തും വിഡ്ഢിത്തങ്ങൾ വിളിച്ചു പറയുന്നത് കേമത്തരമാണെന്നും താൻ കരുതുന്നുണ്ടാവും. പക്ഷേ എന്നോട് വേണ്ട. ദിവാകരൻ ഒന്നിളകിയിരുന്നു. പേപ്പർ വെയിറ്റ് എടുത്ത് കയ്യിൽ വെച്ച് പതിയെ തിരിച്ചു. ആ മുഖം കൂടുതൽ ഗൗരവപൂർണമായി. കം ടു ദി പോയിന്റ്. തന്റെ പ്രശ്നം എന്താ? എന്റെ വീട്ടിൽ നിന്നും പോലീസിന് പിൻവലിക്കാൻ ആ കമ്മീഷണർ പട്ടിയോട് ആരാ പറഞ്ഞത്? ഇത് നല്ല ചോദ്യം. വകുപ്പിരിക്കുന്നത് തന്റെ കയ്യിലല്ലേ? ആ നിലയ്ക്ക് താനല്ലേ അതിനുത്തരവാദി. ദേ വേണ്ട, എന്നെ കളിപഠിപ്പിക്കല്ലേ. കാര്യങ്ങളൊക്കെ എനിക്കും മനസ്സിലാകും. ഒന്നും അറിഞ്ഞില്ലെന്ന് നടിച്ചുകൊണ്ട് ആരും അറിയാതെ ചരട് വലിക്കാൻ പണ്ടേ താൻ മിടുക്കനാ. മിസ്റ്റർ യൂനുസ്, നിങ്ങൾ അതിര് കടക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് പറഞ്ഞിട്ട് പോകാം. വേണമെങ്കിൽ ഞാൻ ഈ മന്ത്രിസഭയിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു പോയേക്കാം. പക്ഷേ അപ്പോൾ കാലു പിടിക്കാൻ വന്നേക്കരുത്. എന്റെ കൂടെയുള്ള 10 MLA-മാർക്ക് കോടികളേക്കാൾ വിലയുണ്ട് എന്ന കാര്യം മറക്കരുത്. തേങ്ങാക്കൊല. മുഖ്യമന്ത്രിക്ക് പിന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. താൻ ഈ ഉമ്മാക്കി കാട്ടി ആരെയായി ഇത്ര വിരട്ടുന്നത്? മന്ത്രിസഭ വീണാൽ എനിക്കെന്തുണ്ടാകുമെന്ന? ജീവിതകാലം മുഴുവൻ ഈ കസേരയിൽ ഏതായാലും ഞാനാവില്ലല്ലോ ഇരിക്കുക. താൻ പോകുന്നെങ്കിൽ പോടോ. കാണിച്ചു തരാം ഞാൻ. ഒന്ന് മനസ്സിൽ കുറിച്ചോ. എന്നെ അങ്ങ് വിരട്ടി ഒതുക്കിക്കളയാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. രോഷത്തോടെ ആഭ്യന്തരമന്ത്രി വാതിൽ കടന്നുപോയി. ചീഫ് മിനിസ്റ്റർ ദിവാകരൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. പിന്നെ ഗൗരവപൂർണം എന്തോ ചിന്തിക്കുന്നത് പോലെ ഇരുകൈകളുമായി താടി താങ്ങി അല്പനേരം ഇരുന്നു. ഈ നേരത്ത് ആഭ്യന്തരമന്ത്രി യൂനുസ് കുഞ്ഞിന്റെ കുടുംബ വീടിന് മുന്നിൽ ഒരു പോലീസ് ജീപ്പ് ബ്രേക്കിട്ട് നിന്നു. അതിൽ നിന്നും CA സിദ്ദിഖും ഏതാനും പോലീസുകാരും ഇറങ്ങി. യൂനുസിന്റെ പ്രായമുള്ള അമ്മയും ഒരു സഹോദരിയുമാണ് അവിടെ താമസം. സാമാന്യം നല്ലൊരു കെട്ടിടം. മുറ്റത്തിനപ്പുറമുള്ള തൊടി നിറയെ കൊക്കോ വളർന്നു നിൽക്കുന്നു. സിറ്റൗട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു അമ്മ. പോലീസുകാരെ കണ്ടപ്പോൾ അവർ എണീറ്റു. അകത്തുനിന്നും സഹോദരിയും എത്തി. അവളുടെ ഭർത്താവ് ഒരു കോൺട്രാക്ടറാണ്. ഇക്ക തിരുവനന്തപുരത്താണല്ലോ, അവൾ പറഞ്ഞു. അറിയാം. അദ്ദേഹം പറഞ്ഞയച്ചിട്ട് തന്നെയാ ഞങ്ങൾ വന്നത്. ചില ഫയലുകൾ എടുത്തുകൊണ്ട് പോകുവാൻ. അദ്ദേഹത്തിന് മുറിയൊന്ന് കാട്ടിത്തന്നാൽ ഉപകാരമായിരുന്നു. അതിനെന്താ, വരൂ. അവളുടെ പിന്നാലെ സിദ്ദിഖ് അകത്തേക്ക് പോയി. അവൾ പൂട്ടിയിരുന്ന ഒരു മുറി തുറന്നു. അടുക്കളയിൽ എന്തോ കരിയുന്ന ഗന്ധം. അവൾ വേഗം അങ്ങോട്ട് പോയി. സിദ്ദിഖ് മുറിക്കുള്ളിൽ കടന്നു. 2 അലമാരകളും മേശയും കസേരയുമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അലമാരയിലിരുന്ന ഫയലുകൾ ഓരോന്നായി പരിശോധിക്കാൻ തുടങ്ങി സിദ്ദിഖ്. ഇടയ്ക്ക് മന്ത്രിയുടെ പെങ്ങൾ മുറിവാതിൽക്കൽ വരെ വന്നിട്ട് പോയി. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സിദ്ദിഖ് അതിനുള്ളിൽ നിന്നും പുറത്തു വന്നത്. അയാൾ ഏതാനും ഫയലുകൾ എടുത്തിരുന്നു. അമ്മയോടും പെങ്ങളോടും യാത്ര പറഞ്ഞ് സിദ്ദിഖും പോലീസുകാരും പോയി. അപ്പോൾ യൂണിഫോം അഴിച്ചുവെച്ച് തന്റെ ഓഫീസിൽ നിന്നും പുറത്തേക്കിറങ്ങുകയായിരുന്നു ജയശങ്കർ. SI ദിലീപ് വിഷാദത്തോടെ അയാളെ നോക്കി. ജയശങ്കർ കണ്ണിറുക്കി. 24 മണിക്കൂറിൽ കൂടുതൽ സസ്പെൻഷൻ സമയം കാണില്ലടോ. നാളെ ഈ നേരത്ത് ഞാനിവിടെ ഉണ്ടാവും. കമ്മീഷണറായിട്ട് തന്നെ. ദിലീപിനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഡിപ്പാർട്ട്മെന്റ് ജീപ്പ് ഉപയോഗിക്കാതെ ഒരു ടാക്സിയിലാണ് അയാൾ മടങ്ങിയത്. രാവിലെ കാക്കിയിട്ട് കൊണ്ടുപോയ ആൾ ജീൻസും ഷർട്ടും ധരിച്ചുകൊണ്ട് കയറി വരുന്നത് കണ്ടപ്പോൾ മുകുന്ദൻ മേനോനും ഭാനുമതി അമ്മയുമെല്ലാം അത്ഭുതപ്പെട്ടു. പൂജ അവിടെ ഉണ്ടായിരുന്നില്ല. എന്തുപറ്റി ജയ? മേനോൻ നെറ്റി ചുളിച്ചു. ചെറുചിരിയോടെ ജയശങ്കർ എല്ലാം പറഞ്ഞു. അതിന് നീ യൂണിഫോം അവിടെ തന്നെ ഉപേക്ഷിച്ചോ? സസ്പെൻഷനിലായവൻ പിന്നീട് ഒരു സെക്കൻഡ് യൂണിഫോം അണിയുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് ഒരു ജോഡി ഡ്രസ്സ് വാങ്ങി അവിടെ വെച്ച് തന്നെ വേഷം മാറി. മുകുന്ദൻ മേനോൻ അത്ഭുതത്തോടെ അനന്തിരവനെ നോക്കി. ഇവൻ എന്തൊരു മനുഷ്യനാണെന്ന ഭാവത്തിൽ. നേരം സന്ധ്യയായി. പൂജയുടെ കൈനറ്റിക് ഹോണ്ട ഗേറ്റ് കടന്നു വരുന്നത് സിറ്റൗട്ടിൽ ഇരുന്നു കൊണ്ട് ജയശങ്കർ കണ്ടു. പോർച്ചിൽ സ്കൂട്ടർ നിന്നപ്പോൾ തന്നെ അവൾ തലതിരിച്ച് അയാളെ നോക്കി. സിറ്റി പോലീസ് കമ്മീഷണർക്ക് എന്താണൊരു മ്ലാനത? അയാൾ ചിരിച്ചു. വേണ്ട വേണ്ട, ചമ്മണ്ട. എല്ലാം അറിഞ്ഞു. ഒരേ ഒരു സംശയം മാത്രമേ ഉള്ളൂ. ഭവാൻ ആഭ്യന്തരമന്ത്രിയെ തെറി വിളിച്ചോ? അതോ കയ്യേറ്റം ചെയ്തോ?
അവൾ അയാളുടെ തൊട്ടരികിലെത്തി. രണ്ടിൽ ഒന്നുണ്ടായി കാണുമെന്ന് എനിക്കറിയാം. നീ മേടിക്കും. അയാൾ കൈ ഓങ്ങി. അവൾ ഒഴിഞ്ഞു മാറി. 1 മിനിറ്റ്, ഞാൻ വേഷമെന്ന് മാറി വന്നോട്ടെ. അവൾ അകത്ത് കടന്നു. രാത്രി 8 മണി. ജയശങ്കർ എങ്ങോട്ടോ പോകാൻ ഒരുങ്ങുന്നത് പൂജ കണ്ടു. എങ്ങോട്ടാ ഇത്ര ധൃതിപ്പെട്ട്? വന്നിട്ട് പറയാം. കാക്കിയില്ലാത്ത പോലീസുകാരനെ ആരും വകവയ്ക്കില്ല എന്ന കാര്യം മറക്കണോ? ഉറപ്പാണോ? അതെ. അയാൾ അവളുടെ കാതിൽ നുള്ളിപ്പിടിച്ചു. ഇപ്പോഴോ? അയ്യോ, നോവുന്നു. ഞാൻ ചുമ്മാ പറഞ്ഞതാ. എല്ലാവരും വകവയ്ക്കും. അവൾ ചിണുങ്ങി. തീർച്ച? തീർച്ച. അയാൾ അവളുടെ മുഖം പിടിച്ചടിപ്പിച്ചു. പവിഴാധരങ്ങളിൽ തന്റെ ചുണ്ടു ചേർത്തു. അവൾ കുതറി മാറി. അയ്യടാ, മുതുക്കന്റെ റൊമാൻസ്. ചിരിച്ചുകൊണ്ട് അയാൾ ഇറങ്ങി. ആഭ്യന്തരമന്ത്രിയുടെ വീടും പരിസരവും നിശബ്ദമായിരുന്നു. അയാളുടെ പാർട്ടിയിൽപ്പെട്ട ചില MLA-മാർ അങ്ങോട്ട് പോയതേയുള്ളൂ. പുതിയ ചില തന്ത്രങ്ങൾ അവർ ആവിഷ്കരിച്ചിരുന്നു. ജയശങ്കർ തന്റെ സെക്യൂരിറ്റി പിൻവലിച്ചതിനാൽ ഇനി അയാളെ തോൽപ്പിച്ച് താൻ പോലീസ് വലയത്തിനുള്ളിൽ കഴിയുന്നില്ലെന്ന് മന്ത്രിയും തീരുമാനമെടുത്തിരുന്നു. ആഭ്യന്തരമന്ത്രി ഭീരുവാണെന്ന് ഒരു പത്രക്കാരനും എഴുതേണ്ട. മന്ത്രി തന്റെ പേഴ്സണൽ റൂമിലിരുന്ന് അടുത്ത നീക്കം എന്താവണമെന്ന് ചിന്തിക്കുകയായിരുന്നു. ഇടയ്ക്ക് അയാൾ മൊബൈൽ ഫോണിലൂടെ ആരുമായോ കുറെ നേരം സംസാരിക്കുകയും ചെയ്തു. ഇനി ഏതായാലും തന്നിഷ്ടക്കാരനായ മുഖ്യമന്ത്രി ദിവാകരന്റെ കീഴിൽ തനിക്ക് കഴിയാനാവില്ലെന്ന് അയാൾ തീർച്ചപ്പെടുത്തി. അപ്പോൾ ആ കെട്ടിടത്തിന്റെ വടക്ക് ഭാഗത്തെ മതിൽ ചാടിക്കടന്ന് ഒരാൾ അകത്തെത്തി. കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു അയാൾ. മുഖ്യമന്ത്രി 10 മണിക്ക് നടത്താൻ പോകുന്ന പത്രസമ്മേളനത്തെക്കുറിച്ച് ഒരു പത്രത്തിന്റെ ഓഫീസിൽ നിന്ന് തന്നെ യൂനുസ് കുഞ്ഞിന് വിവരം ലഭിച്ചിരുന്നു. എന്തായിരിക്കും ദിവാകരൻ പറയാൻ പോകുന്നതെന്നറിയുവാൻ അയാൾ ജിജ്ഞാസുവായിരുന്നു. അപ്പോൾ തന്നെ അത് കാതിലെത്തുവാൻ വേണ്ട ഏർപ്പാടുകൾ യൂനുസ് കുഞ്ഞ് ചെയ്തിട്ടുണ്ട്. മൊബൈൽ ഫോൺ ശബ്ദിച്ചു. മന്ത്രി അത് അറ്റൻഡ് ചെയ്യാൻ ഭാവിക്കുമ്പോഴാണ് വാതിൽ പതിയെ തുറക്കപ്പെടുന്നത് കേട്ടത്. അയാൾ ഞെട്ടിത്തിരിഞ്ഞു. അറിയാതെ ഒരാർത്തനാദം തൊണ്ടയിൽ കുരുങ്ങി. കറുത്ത വസ്ത്രങ്ങളും നീണ്ട താടിയും കണ്ണടയും തൊപ്പിയും ധരിച്ചിരുന്ന ആ മനുഷ്യന്റെ കയ്യിൽ തന്റെ നേരെ നീട്ടപ്പെട്ടിരിക്കുന്ന ഒരു കൊച്ചു പിസ്റ്റൽ അയാൾ കണ്ടു. മന്ത്രി കസേരയിൽ നിന്നും ചാടി എണീറ്റു. ഇരിക്കവിടെ. അയാൾ മുരണ്ടു. വിയർത്തുപോയി ആഭ്യന്തരൻ. ആഗതൻ വാതിൽ അകത്തുനിന്നടച്ചു. നിങ്ങൾ ആരാ? ഒരു പൗരൻ. നിങ്ങളുടെ ദുർഭരണം കണ്ട് ഒരു പോരാളിയായി പോയ പാവം പൗരൻ. അയാൾ മുന്നോട്ട് വന്നു. പൗരനോ? യെസ്, റെഡ് വുൾഫിന്റെ വിശ്വസ്തനായ പ്രവർത്തകൻ, വിക്രം സിംഗിന്റെ വലം കൈ. നോ, ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾക്കിവിടെ എന്തു കാര്യം? നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളെ കൊല്ലാൻ പോവുകയാണ് ഞാൻ. വിക്രം സിംഗിന്റെ ആജ്ഞ ശിരസാവഹിച്ചെത്തിയ എനിക്ക് ലക്ഷ്യം കാണാതെ മടങ്ങാനാവില്ല. നോ. ആഭ്യന്തരമന്ത്രിയുടെ ശബ്ദം അറിയാതെ ഉയർന്നു. വിക്രം സിംഗ് ഒരിക്കലും അങ്ങനെ പറയില്ല. അത് നിങ്ങൾക്കെങ്ങനെ അറിയാം? അയാൾ റിവോൾവർ മന്ത്രിയുടെ പുരുകങ്ങൾക്കിടയിൽ ചേർത്ത് വെച്ചു. അതേക്കുറിച്ചൊന്നും നിങ്ങൾ അറിയണ്ട. മടങ്ങിച്ചെന്ന് വിക്രം സിംഗിനോട് ചോദിക്ക്, കൊല്ലേണ്ടത് എന്നെ തന്നെയാണോ എന്ന്. അടവ് വേണ്ട യൂനുസ് കുഞ്ഞെ. ഇതുപോലെ ഒരവസരം ഇനി ഒരിക്കലും ഞങ്ങൾക്ക് കിട്ടില്ല. ഇക്കാര്യത്തിൽ കമ്മീഷണർ ജയശങ്കർക്കാണ് വാസ്തവത്തിൽ നന്ദി പറയേണ്ടത്. ഇത്തരമൊരു സാഹചര്യം ഒരുക്കി തന്നതിന്, പോലീസിനെ ഇവിടെ നിന്നും പിൻവലിച്ചതിന്. യൂനുസ് കുഞ്ഞ് വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. ആഗതന്റെ കൈവിരൽ ട്രിഗറിൽ അമരുന്നത് അയാൾ കണ്ടു. മിസ്റ്റർ, ഞാൻ പറഞ്ഞത് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഇന്ന് ഈ ഫോണിലൂടെ വിക്രം സിംഗുമായി സംസാരിക്ക്. അയാൾ പറഞ്ഞത് മുഖ്യമന്ത്രിയെ കൊല്ലാനായിരിക്കും. തീർച്ച. അല്ല, നിങ്ങളെ തന്നെ കൊല്ലാനാണ്. ഇനി അടുത്ത ജന്മത്തിൽ നാട് ഭരിക്കാം. കളിക്കുന്നോ കഴിവേറി മോനെ? മന്ത്രി ഞൊടിയുടെ തോക്ക് തള്ളി മാറ്റി. നിന്നെയൊക്കെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എന്നോട് തന്നെയാണോ കളി? ഐ സി. പൊടുന്നനെ ആ മനുഷ്യൻ തന്റെ തൊപ്പിയും താടിയും എടുത്തു മാറ്റി. ആ മുഖം കണ്ട് യൂനുസ് കുഞ്ഞ് തീയിൽ വീണതുപോലെ പിടഞ്ഞു. അധ്യായം 37. മുന്നിൽ നിന്നിരുന്ന മനുഷ്യൻ തന്റെ കണ്ണടയും എടുത്തു മാറ്റി. തിളങ്ങുന്ന 2 കണ്ണുകൾ, വജ്രം പോലെ. ആ മുഖം കണ്ട് ചലിക്കാനാവാതെ ഏറെ നേരം ഇരുന്നു പോയി ആഭ്യന്തരമന്ത്രി. ആ മനുഷ്യനും ഒന്നും പറഞ്ഞില്ല. മന്ത്രിയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ആ ഭാവം ഓരോന്നും ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ റിവോൾവർ വെറുതെ കയ്യിൽ വെച്ചിരിക്കുന്നുവെന്നേയുള്ളൂ. എന്താ താങ്കൾ ഭയന്നു പോയെന്ന് തോന്നുന്നല്ലോ. തെല്ലു നേരം കഴിഞ്ഞ് ആ മനുഷ്യൻ സംസാരിച്ചു. കൂടുതൽ ഭയക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ. താങ്കളെക്കുറിച്ച് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. ഈ നാവിൽ നിന്ന് തന്നെ എനിക്ക് സത്യം കേൾക്കണമായിരുന്നു. ജയശങ്കർ, പ്ലീസ്. മന്ത്രി കരയും പോലെയായിരുന്നു. നോ. ജയശങ്കറുടെ ഒച്ച ഉയർന്നു. നിങ്ങൾക്ക് നേരെയുള്ള വധശ്രമം ഒരു നാടകമാണെന്ന് അന്നേ എനിക്ക് സംശയമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരിക്കലും സ്മാർട്ട് ഹൗസിന്റെ ഒരു ഭാഗത്ത് ഒരു സ്ഫോടനം ഉണ്ടാകുമായിരുന്നില്ല. കൂടാതെ വിക്രം സിംഗിന്റെ ജയിൽ ചാട്ടത്തിന് പിന്നിലും ഉന്നതരായ ആരുടെയോ കരങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. ആദ്യത്തെ സ്പാർക്ക് മനസ്സിൽ വീണതോടെ നിങ്ങളുടെ പിന്നാലെ ഒരു നിഴലായി ഞാനുണ്ടായിരുന്നു. മുൻ കമ്മീഷണർ അനന്തന്റെ ഭാര്യ വീട്ടിൽ വിക്രം സിംഗും മറ്റും താമസിച്ചതിന്റെ തെളിവ് കൂടി കിട്ടിയപ്പോൾ
മറ്റൊന്നുകൂടി ഞാൻ മനസ്സിലാക്കി. അനന്തനും ഈ ഭീകരന്മാർക്ക് ഒപ്പമുണ്ടെന്ന്. പക്ഷേ എല്ലാ തെളിവുകളും നശിപ്പിക്കുന്നതിൽ നിങ്ങൾ സമർത്ഥമായി വിജയിച്ചുകൊണ്ടിരുന്നു. ആഭ്യന്തരമന്ത്രി മിണ്ടിയില്ല. കടൽക്കരയിൽ ഉണ്ടാക്കിയ കളിവീട് പോലെ തന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു വീഴുന്നത് അയാൾ ഭാവനയിൽ കണ്ടു. ജയശങ്കറുടെ ശബ്ദം പിന്നെയും ഉയർന്നു. നിങ്ങളുടെ തറവാട്ടിൽ നിന്നും ഇന്ന് ഞങ്ങൾ കണ്ടെടുത്ത ഫയലുകളും അവയ്ക്കിടയിൽ ഉണ്ടായിരുന്ന ചില ഡയറി താളുകളും എല്ലാ സത്യങ്ങളും ഞങ്ങൾക്ക് ഒന്നുകൂടി വെളിവാക്കി തന്നു. വിക്രം സിംഗിനെ ആദ്യകാലത്ത് നിങ്ങൾ ഒരു കൊലപാതക കേസിൽ നിന്നും രക്ഷപ്പെടുത്തി. അയാളുടെ കൂട്ടുകാരായിരുന്ന കുറെ ക്രിമിനൽസിനെ കൂടി ചേർത്ത് റെഡ് വോൾഫ് എന്ന പോരാളി സംഘടന രൂപീകരിച്ചു. വാസ്തവത്തിൽ പോരാളി എന്നതിനേക്കാളുപരി അധോലോകം എന്ന് പറയുന്നതാവും ശരി. പാർട്ടി ഫണ്ടിലേക്ക് നിങ്ങൾ ചോദിച്ച തുക തരാത്തവരെ പോലും നിങ്ങൾ നക്സലിസത്തിന്റെ ലേബലിൽ കരിങ്കാലി ബൂർഷകൾ എന്ന് മുദ്രകുത്തി കൊലപ്പെടുത്തി. അങ്ങനെ വിക്രം സിംഗ് കുപ്രസിദ്ധി നേടി. രാഷ്ട്രീയത്തിൽ വളരാനാണ് നിങ്ങൾ ഏറെയും അവരെ ഉപയോഗിച്ചത്. പ്രതിയോഗികളെ വകവരുത്തുക, അതായിരുന്നു തന്ത്രം. പക്ഷേ അപ്രതീക്ഷിതമായി വിക്രം സിംഗ് മുകുന്ദൻ മേനോന്റെ പിടിയിലായപ്പോൾ നിങ്ങൾക്ക് ഒന്നും പറ്റാത്ത അവസ്ഥയിലായി. അല്ലെങ്കിൽ നിങ്ങളിന്ന് മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കുമായിരുന്നു. കാരണം വിക്രം സിംഗ് പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ മുഖ്യമന്ത്രി സാർ അന്ന് സത്യപ്രതിജ്ഞ ചെയ്യുവാൻ ഉണ്ടാകുമായിരുന്നില്ല. യൂനുസ് കുഞ്ഞ് തളർച്ചയോടെ കൈകളിൽ മുഖം താങ്ങി. രക്ഷപ്പെടാനുള്ള പഴുതുകൾ എല്ലാം അടഞ്ഞിരിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. തറവാട്ടിൽ ആ ഫയലുകൾ സൂക്ഷിച്ചത് ആനമണ്ടത്തരമായി. ജയശങ്കർ പിന്നെയും പറയുകയായിരുന്നു. മുകുന്ദൻ മേനോൻ റിട്ടയർ ചെയ്യുമ്പോൾ റെഡ് വോൾഫിന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് വേണമെന്ന് നിങ്ങൾ നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. അതിലൂടെ നിങ്ങൾ ഉദ്ദേശിച്ചത് ഭീകരന്മാർ തങ്ങളുടെ നേതാവിനെ വധിച്ചതിന്റെ പ്രതികാരമായി മേനോനെ ആദ്യം കൊല്ലിക്കുക. ആർക്കും സംശയം തോന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞ് സ്വസ്ഥനായിട്ട് ദിവാകരൻ സാറിനെയും അവസാനിപ്പിക്കുക. അനന്തരം ചീഫ് മിനിസ്റ്ററുടെ കസേരയിൽ കയറിയിരിക്കുക. ഇതിനിടെ വിക്രം സിംഗിനെ വധിക്കാൻ തയ്യാറായവരിൽ പലരെയും നിങ്ങളുടെ ആൾക്കാർ പ്രലോഭനങ്ങളിലും ഭീഷണിയിലും ഒതുക്കി. ഇതൊന്നുമല്ലാത്തവരെ കൊന്നുകളഞ്ഞു. നാളത്തെ പത്രങ്ങളിൽ ഇതൊക്കെ വാർത്തയാവും. ചീഫ് മിനിസ്റ്റർ വിളിച്ചിരിക്കുന്ന പ്രസ് കോൺഫറൻസിൽ എല്ലാം ഞാൻ വിളിച്ചു പറയും. അയാൾ കീശയിൽ നിന്നും ഒരു ചെറിയ ടേപ്പ് റെക്കോർഡർ എടുത്ത് കാണിച്ചു. നമ്മുടെ സംസാരം ഇതിലുണ്ട്, ഇത് തന്നെ ധാരാളം. ജയശങ്കർ തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചു. അപ്പോൾ യൂനുസ് കുഞ്ഞ് വിളിച്ചു, ജയശങ്കർ. അയാൾ തിരിഞ്ഞു നോക്കി. നിന്റെ സസ്പെൻഷൻ പിൻവലിക്കാം ഞാൻ. ഈ നിമിഷം റെഡ് വോൾഫുമായുള്ള സകല ബന്ധങ്ങളും ഉപേക്ഷിക്കാം. എന്നെ രക്ഷിക്കണം. നീ നോക്കിയാൽ അതിന് കഴിയും. ഐ ആം സോറി മിസ്റ്റർ ഹോം മിനിസ്റ്റർ. ചോര കൊണ്ട് മനം മരവിച്ചു പോയ തന്നെ പോലെയുള്ള തേർഡ് റേറ്റ് ഗുണ്ടകൾക്കിരിക്കാനുള്ളതല്ല മന്ത്രി കസേര. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സന്മനസ്സുള്ളവർ അവിടെ കഴിയട്ടെ. താനൊക്കെ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലം അനുഭവിച്ചേ മരിക്കാവൂ. ജയശങ്കർ വാതിൽക്കലെത്തി ബോൾട്ട് നീക്കി. പെട്ടെന്നാണ് മന്ത്രി മേശയിൽ നിന്നും ഒരു റിവോൾവർ വലിച്ചെടുത്തതും അയാൾക്ക് നേരെ നിറയൊഴിച്ചതും. ജയശങ്കർ പിടഞ്ഞു മാറി. ബുള്ളറ്റ് വാതിൽപ്പാളിയിൽ തുളഞ്ഞിറങ്ങി. നടുക്കത്തോടെ അയാൾ മന്ത്രിയെ നോക്കി. ഒരുതരം കല്ലിച്ച ഭാവം, ആ കണ്ണുകളിൽ ഉന്മാദാവസ്ഥ. നീ പോയി പത്രക്കാരോട് പറയുന്നത് ഞാനൊന്ന് കാണട്ടടോ കഴിവേറി മോനെ. അയാൾ പിന്നെയും നിറയൊഴിച്ചു. ഇത്തവണ ജയശങ്കർ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഈ കളി തുടർന്നാൽ കുഴപ്പമാണെന്ന് അയാളുടെ മനം പിറുപിറുത്തു. മൂന്നാമതും നിറയൊഴിക്കാൻ മന്ത്രി റിവോൾവർ ചൂണ്ടിയപ്പോഴേക്കും ഒരു കുതിപ്പിന് തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞിരുന്നു ജയശങ്കർ. അയാളുടെ കാൽ ഉയർന്നു. കയ്യിൽ ഒരു ലോഹദണ്ഡ് പതിഞ്ഞതുപോലെ. മന്ത്രിയുടെ റിവോൾവറിലെ പിടിവിട്ടുപോയി. ജയശങ്കറുടെ ചുരുട്ടിയ കൈത്തലം ഒരു കൂടം പോലെ ആ മുഖത്താഞ്ഞു വീണു. അമർത്തിയ നിലവിളിയോടെ മന്ത്രി കസേരയുമായി പിന്നോട്ട് മറിഞ്ഞു. മന്ത്രിയായാലും ഇനി നിനക്ക് സമ്മാനം തന്നിട്ടേ ബാക്കി കാര്യമുള്ളൂ. പ്രോട്ടോകോളൊക്കെ കാറ്റിൽ പറത്തുകയാണ് ഞാൻ. ജയശങ്കറുടെ ഷൂസ് അണിഞ്ഞ കാൽ ഉയർന്നു താണു. മന്ത്രിയുടെ നിലവിളി ഭിത്തികളിൽ തല്ലി അലച്ചു. ആ കെട്ടിടത്തിന്റെ പല ഭാഗത്തും ലൈറ്റുകൾ തെളിഞ്ഞു തുടങ്ങിയിരുന്നു. ഗേറ്റിൽ നിന്നിരുന്ന കോൺസ്റ്റബിൾ കെട്ടിടത്തിന്റെ നേരെ കുതിച്ചു. ജയശങ്കർ മന്ത്രിയുടെ റിവോൾവർ എടുത്തു. അതിൽ തിരകളുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് മേശപ്പുറത്തിട്ടു. നാളെ നേരം പുലരുമ്പോൾ ജനങ്ങളുടെ കൈകളിൽ പത്രം എത്തുന്നതുവരെ നിങ്ങൾക്ക് സമയമുണ്ട്. അതിനുള്ളിൽ ജീവിക്കണോ മരിക്കണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ജീവിച്ചിരുന്നാൽ ജനങ്ങൾ നിങ്ങളെ പിച്ചി ചീന്തും. തന്റെ തൊപ്പിയും താടിയും എടുത്തിട്ട് ജയശങ്കർ പെട്ടെന്ന് വാതിൽ തുറന്ന് പുറത്തു കടന്നു. ആരൊക്കെയോ അങ്ങോട്ട് ഓടിവരുന്ന ശബ്ദം കേട്ടു. തൽക്കാലം തന്നെ ആരും കാണണ്ട. ജയശങ്കർ അടുക്കളയിലേക്ക് കുതിച്ചു. അവിടുത്തെ വാതിൽ തുറന്ന് പുറത്തു കടന്ന് ഇരുളിൽ മറഞ്ഞു. 9 മണിയായപ്പോഴേ പത്ര റിപ്പോർട്ടർമാരും ചില ടിവിക്കാരും ക്ലീൻ ഹൗസിന്റെ ഹാളിൽ എത്തിക്കഴിഞ്ഞിരുന്നു. മുഖ്യമന്ത്രി പറയാൻ പോകുന്ന വിവരമെന്തെന്നറിയുവാൻ ഉദ്യോഗം പൂണ്ട് നിൽക്കുകയാണ് ഏവരും. അവസാനം
കൃത്യം 10 മണിക്ക് തന്നെ ചീഫ് മിനിസ്റ്റർ എത്തി. ഏവരും എണീറ്റ് അദ്ദേഹത്തെ വണങ്ങി. നേർത്ത ചിരിയോടെ അദ്ദേഹം ഏവരെയും നോക്കി. ഇരിക്കിൻ പറഞ്ഞിട്ട് അദ്ദേഹവും ഇരുന്നു. റിപ്പോർട്ടേഴ്സ് പേനയും പാടുമായി തയ്യാറായി. മുഖ്യമന്ത്രിയുടെ PA ഒരു ഫയലും ടേപ്പ് റെക്കോർഡറും മറ്റും അവിടെ കൊണ്ടുവന്ന് വെച്ചു. സുഹൃത്തുക്കളെ, ഏവരെയും ഒരു വട്ടം നോക്കിയിട്ട് മുഖ്യമന്ത്രി ദിവാകരൻ പറഞ്ഞു തുടങ്ങി. ഞാൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് ആദ്യം ബുദ്ധിമുട്ട് തോന്നും എന്നെനിക്കറിയാം. അതുകൊണ്ട് ഈ കാസറ്റ് ഒന്ന് കേൾക്കുക. മുഖ്യമന്ത്രി PAയെ നോക്കി. PA ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്തു. റിപ്പോർട്ടേഴ്സ് കാതുകൾ കൂർപ്പിച്ചു. TV-ക്കാർ മൈക്രോഫോൺ ടേപ്പ് റെക്കോർഡിനരികിലേക്ക് നീട്ടിപ്പിടിച്ചു. ശബ്ദം കേട്ടു തുടങ്ങി. സാറല്ലേ? യെസ്, ഞാൻ വിക്രം സിംഗ് ആണ്. പറയൂ. കമ്മീഷണർ പെങ്ങളെ മോചിപ്പിച്ചു. നമ്മുടെ ചിലരും പിടിയിലായിട്ടുണ്ട്. അവർ എല്ലാം പറഞ്ഞു കളയുമോ? ശബ്ദത്തിൽ പതർച്ച. ഏവരും മുഖാമുഖം നോക്കി. ഈ ശബ്ദം? സാരമില്ലെന്നേ, അവർക്ക് കൂടുതലൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയപ്പെടാനൊന്നുമില്ല. കാര്യങ്ങളൊക്കെ ശരി തന്നെ, പക്ഷേ ദൗത്യങ്ങളൊന്നും പൂർത്തീകരിക്കപ്പെടുന്നില്ലല്ലോ. അങ്ങ് ഒന്നുകൊണ്ടും ബേജാറാവേണ്ട കാര്യമില്ല. ഞാൻ ഏറ്റ കാര്യമല്ലേ. ഒരാഴ്ചയിൽ കൂടുതൽ മുഖ്യന് ആയുസ്സുണ്ടാവില്ല. അത് മതി. അടുത്തയാഴ്ച മുഖ്യമന്ത്രിയുടെ വാർഷികം ആഘോഷിക്കുമ്പോൾ ഞാനായിരിക്കണം മുഖ്യമന്ത്രി. അക്കാര്യത്തിൽ തർക്കമില്ല. തീർന്നില്ല. ജയശങ്കർ അപ്പോൾ മണ്ണോട് മണ്ണ് ചേർന്നിരിക്കണം. ഡെയർ ഡെവിളാണവൻ. ഒരു പോലീസ് നായയേക്കാൾ വേഗത്തിൽ അവൻ എല്ലാം മണത്തറിയും. ഞാനെങ്ങാനും ഇതിനു പിന്നിൽ ഉണ്ടെന്ന് അവൻ അറിഞ്ഞാൽ അതോടെ തീർന്നു എല്ലാം. ഇത്രയും കാലത്തിനിടയിൽ ഇന്ന് വരെ നമുക്ക് ലക്ഷ്യം പിഴച്ചിട്ടില്ലല്ലോ. നമ്മെക്കുറിച്ച് ആർക്കും സംശയം തോന്നിട്ടില്ലല്ലോ. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാർ. PA ടേപ്പ് റെക്കോർഡർ ഓഫ് ചെയ്തു. ദിവാകരൻ ഓരോ മുഖത്തേക്കും നോക്കി. ഈ ശബ്ദം ആരുടേതാണെന്ന് മനസ്സിലായോ? സാർ, അത് ഒരു റിപ്പോർട്ടർ സംശയത്തോടെ പറയാൻ തുടങ്ങി. ധൈര്യമായി പറഞ്ഞോളൂ. ആഭ്യന്തരമന്ത്രി യൂനുസ് സാറിന്റെ. അതേടോ, സംശയം വേണ്ട, അയാൾ തന്നെയാണ്. മുഖ്യമന്ത്രി ചിരിച്ചു. അപ്പോൾ റെഡ് വോൾഫ്? ദിവാകരൻ തലയനക്കി. മുഖ്യമന്ത്രിയുടെ PA CA സിദ്ദിഖ് യൂനുസ് കുഞ്ഞിന്റെ തറവാട്ടിൽ നിന്നും കൊണ്ടുവന്ന ഫയലുകളും മറ്റും അവരെ കാണിച്ചു. നടുങ്ങിത്തരിച്ചുപോയി അവർ. എന്നാലും ആഭ്യന്തരമന്ത്രി തന്നെ ഭീകരന്മാരുടെ നേതാവെന്ന് പറഞ്ഞാൽ? ഈ നേരത്ത് കമ്മീഷണർ ജയശങ്കർ കടന്നുവന്ന് അറ്റൻഷനായി. സാർ, വാടോ. സസ്പെൻഷനിലായ കമ്മീഷണറെ മുഖ്യൻ കൈകാട്ടി വിളിച്ചു. താൻ പോയ കാര്യമെന്തായി? സാർ, വിജയമായിരുന്നു. തന്റെ ചെറിയ ടേപ്പ് റെക്കോർഡർ അയാൾ മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെച്ചു. അതിലെ വിവരങ്ങളും എല്ലാവരും കേട്ടു. സാർ, അടുത്തതായി അങ്ങ് എന്തു ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? ഒരു റിപ്പോർട്ടർ തിരക്കി. കുറ്റവാളികൾ രക്ഷപ്പെടാൻ ഈ ഗവൺമെന്റ് സമ്മതിക്കില്ല. ഇപ്പോൾ തന്നെ ഞാൻ യൂനുസിനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കിയിട്ട് അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. ദിവാകരൻ ജയശങ്കറെ നോക്കി. ഈ നിമിഷം തന്റെ സസ്പെൻഷൻ പിൻവലിച്ചിരിക്കുന്നു. DGPയുടെ ഒപ്പം അയാളെ കസ്റ്റഡിയിലെടുക്കാൻ താനും പോകുന്നു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. മുഖ്യന് സല്യൂട്ട് നൽകിയിട്ട് കൊടുങ്കാറ്റ് പോലെ ജയശങ്കർ പുറത്തേക്ക് പാഞ്ഞു. ഡെയർ ഡെവിൾ. മുഖ്യമന്ത്രി പിറുപിറുത്തു. ഒപ്പം ആ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായി. അധ്യായം 38. കമ്മീഷണർ ജയശങ്കർ ഓഫീസിലെത്തി. ഉറക്കം തൂങ്ങിയിരുന്ന പോലീസുകാർ പിടഞ്ഞുണർന്നു. പാറാവുകാരൻ അറ്റൻഷനായി. അയാൾ നേരെ പോയി യൂണിഫോം അണിഞ്ഞു. അത് കണ്ടപ്പോൾ മറ്റുള്ളവർക്ക് അത്ഭുതമായി. ജയശങ്കർ അവരെ നോക്കി ചിരിച്ചു. എന്റെ സസ്പെൻഷൻ കഴിഞ്ഞു. ആർക്കും അതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. CA സിദ്ദിഖ് കടന്നുവന്ന് സല്യൂട്ട് ചെയ്തു. സാർ, ഇത്തവണ ഇരുവരും ഒരേ ജീപ്പിലാണ് പോയത്. DGP ഓഫീസിലേക്ക്. രാഘവ വാര്യർ അവരെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ അവർ പുറപ്പെട്ടു. ആഭ്യന്തരമന്ത്രിയുടെ വസതിയിലേക്ക്. ഗേറ്റ് കടന്നപ്പോഴേ കണ്ടു മുറ്റത്ത് കുറേയേറെ വാഹനങ്ങൾ. ആൾക്കാർ, പത്രക്കാരും TV-ക്കാരും മറ്റുമായിരുന്നു അത്. ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം എന്തെന്നറിയാൻ പാഞ്ഞെത്തിയതാണ് അവർ. പക്ഷേ വാതിൽക്കൽ വഴി തടഞ്ഞു നിൽക്കുകയാണ് PA. അദ്ദേഹം ഇപ്പോൾ ആരെയും കാണുന്നില്ലെന്ന് പറഞ്ഞു. എല്ലാവരും നാളെ രാവിലെ വരൂ. പിൻവാങ്ങാൻ അവർ ഒരുക്കമല്ലായിരുന്നു. തന്റെ മന്ത്രി റെഡ് വോൾഫിന്റെ നേതാവായിരുന്നു എന്ന് തനിക്കറിയാമോ? തേങ്ങാക്കൊല. ആര് പറഞ്ഞു ഈ അസംബന്ധം? PAക്ക് ദേഷ്യം വന്നു. ചീഫ് മിനിസ്റ്ററാണ് പറഞ്ഞത്. എന്താ, അത് തെറ്റാണെന്നുണ്ടോ? അങ്ങേർക്ക് വട്ടാണ്. പ്രായമായാൽ ആരും ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നിരിക്കും. ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് പത്രത്തിൽ കൊടുക്കാമല്ലോ. കൊടുത്താൽ എന്താ? എന്റെ മന്ത്രിയും കൂടെയുള്ള MLA-മാരും പിന്മാറിയാൽ മന്ത്രിസഭ നിലംപൊത്തും. ഒരു 5 മിനിറ്റ് സമയം ഞങ്ങൾക്ക് തരാൻ യൂനുസ് സാറിനോട് നിങ്ങളൊന്ന് പറ. 5 സെക്കൻഡ് പോലും ഇന്ന് കിട്ടില്ല. വെറുതെ മഞ്ഞുകൊള്ളാതെ നിങ്ങൾ പോയാട്ടെ. അപ്പോഴാണ് DGPയും കമ്മീഷണറും മറ്റും മുന്നിലെത്തുന്നത്. സാർ, ഇവരെ കൊണ്ട് വലിയ ശല്യം. ഇന്നിനി മിനിസ്റ്ററെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടും ഒരുത്തനും പോകുന്നില്ല.
തല കുലുക്കിയിട്ട് DGP കമ്മീഷണറെ നോക്കി. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ അദ്ദേഹത്തെ ഒന്ന് കാണണമല്ലോ. താൻ ചെന്ന് പറ ഞങ്ങൾ വന്നിരിക്കുന്നെന്ന്. ആര് വന്നാലും കാണാൻ കഴിയില്ലെന്നും അകത്തേക്ക് കടത്തിവിടേണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് പറ്റത്തില്ലല്ലോ. താൻ വാതിൽക്കൽ നിന്ന് മാറ്. സാധ്യമല്ല. PA ഉറച്ചു തന്നെ നിന്നു. ജയശങ്കർ അയാളുടെ കഴുത്തിനെ പിടിച്ച് ഒരു തള്ളു കൊടുത്തു. PA തറയിൽ മലർന്നു വീണു. പത്രക്കാർ ഈ രംഗം ക്യാമറയിൽ പകർത്തി. രോഷത്തോടെ PA അവിടെ നിന്നും ചാടി എണീറ്റു. താൻ ആഭ്യന്തരമന്ത്രിയുടെ PAയാണ് തള്ളിയിട്ടത്. അതിന്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. ജയശങ്കറുടെ മുഖത്തിന് നേരെ കൈ ചൂണ്ടിക്കൊണ്ടാണ് അയാൾ പറഞ്ഞത്. നാളെ താൻ ലോക്കപ്പിൽ കിടക്കും, നോക്കിക്കോ. ഒറ്റയടിയായിരുന്നു മറുപടി. PA നിലവിളിച്ചു. അയാളെ ഒരു വശത്തേക്ക് തള്ളിയിട്ട് കമ്മീഷണറും ഒപ്പം DGPയും അകത്തേക്ക് പോയി. CA സിദ്ദിഖ് വാതിൽക്കൽ തന്നെ നിന്നു. മന്ത്രിയുടെ മുറിയുടെ വാതിൽ അകത്തു നിന്നും ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. സാർ, വാതിൽ തുറക്കണം. അതിൽ തട്ടിക്കൊണ്ട് ജയശങ്കർ പറഞ്ഞു. ആരാ? യൂനുസ് കുഞ്ഞിന്റെ ഒച്ച. അയാൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് ജയശങ്കർക്ക് തോന്നി. ഞാനാ, വാര്യർ. DGP മറുപടി നൽകി. എന്തു വേണം തനിക്ക്? അങ്ങയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇന്നിന് പറ്റില്ല, നാളെ വാ. അത് പോരെ സാർ, ഇന്ന് തന്നെ സംസാരിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ തന്നെ എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് ആ പട്ടിയുടെ മോൻ ദിവാകരൻ കൽപ്പിച്ചോ? എങ്കിൽ കേട്ടോ, അറസ്റ്റ് വരിക്കാൻ എനിക്ക് മനസ്സില്ല. സാർ, താങ്കൾ വാതിൽ തുറന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിച്ച് തുറക്കേണ്ടി വരും. നീ പോടാ പുല്ലേ. നിന്റെ DGPയുടെ കസേരയിൽ ഇരുത്തിയത് ഞാനാ. വേണ്ടി വന്നാൽ ആ കസേരയിൽ നിന്ന് നിന്നെ എണീൽപ്പിച്ച് വിടാനും എനിക്കറിയാം. DGP തലതിരിച്ച് കമ്മീഷണറെ നോക്കി. സാർ, മര്യാദ കൊണ്ട് ഇയാളുടെ അടുത്ത് കാര്യമില്ല. ഞാൻ വാതിൽ ചവിട്ടിപ്പൊളിക്കാം, സ്വരം താഴ്ത്തി ജയശങ്കർ അറിയിച്ചു. വാര്യർ മറുപടി പറയാൻ ഭാവിക്കുകയായിരുന്നു. പക്ഷേ ആ നിമിഷം ഒരു വെടിയൊച്ച കേട്ടു. കെട്ടിടം തന്നെ കിടുങ്ങിപ്പോയതുപോലെ. മന്ത്രിയുടെ നിലവിളി ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു. ജയശങ്കർ പിന്നോട്ട് മാറി കുതിച്ചു വന്ന് വാതിലിൽ ആഞ്ഞു ചവിട്ടി. കൊളുത്തടർന്ന് വാതിൽ മലർക്കെ തുറക്കപ്പെട്ടു. അവിടെ വെളിച്ചമുണ്ടായിരുന്നു. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു മുറിയിൽ. മുഖം മുഴുവൻ ചോരയിൽ കുളിച്ച് തറയിൽ കിടന്ന് പിടയുന്നു ആഭ്യന്തരമന്ത്രി യൂനുസ് കുഞ്ഞ്. 2-3 സെക്കൻഡുകൾക്കുള്ളിൽ ആ ചലനവും നിലച്ചു. അയാളുടെ വലത് കൈയിൽ അപ്പോഴും മുറുകെ പിടിച്ചിരുന്ന റിവോൾവറിൽ നിന്നും നേരിയ തോതിൽ പുക ഉയരുന്നുണ്ടായിരുന്നു. രണ്ടുപേരും തലയിൽ നിന്നും തൊപ്പിയെടുത്തു. PA ഓടിയെത്തി. ആ കാഴ്ച കണ്ട് അയാൾ ബോധം കെട്ട് വീണു. അകത്ത് നടന്നിരിക്കുന്നത് എന്തെന്നറിയുവാൻ പത്രക്കാർ കെട്ടിടത്തിന് ചുറ്റും ഓടി. ഒരാഴ്ച കാലത്തോളം പത്രക്കാർക്കും TVക്കാർക്കും യൂനുസ് കുഞ്ഞിന്റെ കാര്യങ്ങൾ മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. പതിയെ പതിയെ ആ സംഭവത്തിന്റെ പ്രാധാന്യം കുറഞ്ഞു വന്നു. പുതിയ ആഭ്യന്തരമന്ത്രിയായി തൽക്കാലം ആരെയും തെരഞ്ഞെടുത്തില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെയാണ് ആ വകുപ്പും നോക്കുന്നത്. ഒരു ദിവസം രാവിലെ മുഖ്യമന്ത്രി സിറ്റി പോലീസ് കമ്മീഷണർ ജയശങ്കറെ തന്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. സാർ, ടേക്ക് യുവർ സീറ്റ്. ജയശങ്കർ ഇരുന്നു. തൊപ്പിയെടുത്ത് മടിയിൽ വെച്ചു. ആഭ്യന്തരമന്ത്രി ആത്മഹത്യ ചെയ്തതുകൊണ്ട് ഒന്നിനും പരിഹാരമാകുന്നില്ല. വിക്രം സിംഗും അനുചരന്മാരും ഇനിയും ബാക്കിയാണ്. യൂനുസ് കുഞ്ഞ് പോയതുകൊണ്ട് അവർ എല്ലാം നിർത്തിവെക്കും എന്ന് താൻ കരുതുന്നുണ്ടോ? നോ സാർ. ആ ചോരയുടെ കണക്കുകൂടി തീർക്കാൻ കാത്തിരിക്കുകയാവും അവരിപ്പോൾ. കറക്റ്റ്. അതുകൊണ്ട് ഇനി ഒട്ടും വിളംബം പാടില്ല. എല്ലാം ഒന്ന് തീർക്കണം സാർ. ഇനി നമ്മൾ കാണും മുൻപ് വിക്രം സിംഗ് ഈ ലോകത്തു നിന്നും യാത്രയായിരിക്കണം. സാർ, ഷൂട്ട് അറ്റ് സൈറ്റ്. ഓർഡർ ഇടാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. താങ്ക് യു സാർ. ദെൻ യു ക്യാൻ ഗോ. സാർ. ജയശങ്കർ എണീറ്റ് അറ്റൻഷനായി. പിന്നെ തിരിഞ്ഞു നടന്നു. ഹാഫ് ഡോർ തുറന്നടഞ്ഞു. കാറിൽ കയറുമ്പോൾ ജയശങ്കർ ഓർത്തു, തോണി ഇപ്പോഴും തിരുനക്കര തന്നെയാണ്. വിക്രം സിംഗിന്റെ ഒളിത്താവളത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. അപ്പോൾ ഒരിടത്ത് വിക്രം സിംഗും അനുചരന്മാരും അടിയന്തര യോഗം ചേരുകയായിരുന്നു. വിക്രം സിംഗ് ഒരു ചുരുട്ട് ചുണ്ടിൽ വെച്ച് തീ പിടിപ്പിച്ചു. അനുചരർ ഏതാണ്ട് 10ഓളം പേർ ഉണ്ടായിരുന്നു. 2 കവൾ പുകയെടുത്തിട്ട് അയാൾ പറഞ്ഞു തുടങ്ങി. മന്ത്രി മരിച്ചതോടുകൂടി നമ്മുടെ ഭാവി അനിശ്ചിതത്വത്തിൽ ആയിരിക്കുന്നു. നമുക്ക് ഇതുവരെയുണ്ടായിരുന്ന ശക്തമായ പിന്തുണയാണ് നഷ്ടമായിരിക്കുന്നത്. ഇനി ഏത് നിമിഷവും നമ്മൾ പോലീസ് പിടിയിലായേക്കും. നമുക്ക് വേണ്ടി എല്ലായിടത്തും വല വിരിച്ചിരിക്കുകയാണ് അവർ. പക്ഷേ ഭീരുക്കളെപ്പോലെ നമ്മൾ പോലീസിന്റെ വെടിയുണ്ടകൾക്ക് മുന്നിൽ പിടഞ്ഞു തീർന്നുകൂടാ. കേരളം കണ്ട ഏറ്റവും വലിയ അട്ടിമറികൾ നമ്മൾ നടത്തും. പഞ്ചാബിനെ പോലെ, കാശ്മീരിനെ പോലെ നമ്മളിവിടെ നമ്മുടേതായ ഒരു സാമ്രാജ്യം സ്ഥാപിക്കും. നമുക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ ഇവിടെയുള്ള പല മതനേതാക്കന്മാരും മുന്നോട്ട് വരും. എല്ലാം ഒന്ന് നേരെയാക്കി നമ്മൾ പിടിച്ചു നിൽക്കണമെങ്കിൽ അത്യാവശ്യമായി പണം വേണം. വല്ല ബാങ്കുകളോ മറ്റോ കൊള്ളയടിച്ച് പണമുണ്ടാക്കുക എന്നതിനേക്കാളുപരി
സർക്കാരിനെ തന്നെ തല കുമ്പിടിപ്പിച്ചു കൊണ്ടുവേണം നമ്മൾ പണമുണ്ടാക്കുവാൻ. തലസ്ഥാനം ചോര കൊണ്ട് ചുവക്കണം. ആർക്കെങ്കിലും ഇനി തുടരുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയുവാനാണ് ഇപ്പോൾ നിങ്ങളെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ഓരോ മുഖത്തേക്കും ശ്രദ്ധയോടെ നോക്കിക്കൊണ്ട് വിക്രം സിംഗ് തുടർന്നു. നമ്മൾ കീഴടങ്ങിയാൽ പോലും മരണശിക്ഷയിൽ കുറഞ്ഞ യാതൊന്നും കിട്ടുമെന്ന് ആരും കരുതണ്ട. നിങ്ങൾക്ക് ചിന്തിക്കാം. വിക്രം സിംഗ് ചുരുട്ടു വലിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ആരും ഒറ്റയക്ഷരം മറുപടി പറഞ്ഞില്ല. തെല്ലുനേരം കഴിഞ്ഞ് അയാൾ തന്നെ സംസാരിച്ചു. നിങ്ങളുടെ മൗനത്തെ സമ്മതമായി കണക്കാക്കി നിറഞ്ഞ മനസ്സോടെ ഞാൻ സ്വീകരിക്കുന്നു. ഒപ്പം മറ്റൊരു ആശയം കൂടി എനിക്കുണ്ട്. അഥവാ നമുക്കിവിടെ രക്ഷയില്ലെന്ന് വന്നാൽ എടുക്കാവുന്നത്ര പണവുമായി നമ്മൾ ഇവിടം വിടും തൽക്കാലത്തേക്ക്. പക്ഷേ പണം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് അങ്ങ് ഒന്നും പറഞ്ഞില്ല, ഒരാൾ ഓർമ്മിപ്പിച്ചു. സിംഗ് ചിരിച്ചു. പദ്ധതികളെല്ലാം എന്റെ മനസ്സിലുണ്ട്. സർക്കാർ തന്നെ പണം കൊണ്ടുവന്ന് നമുക്ക് തരും. അയാൾ ശബ്ദം പോലും നിയന്ത്രിച്ച് ഒരു കാര്യം വിശദീകരിക്കാൻ തുടങ്ങി. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അംഗങ്ങളുടെ മുഖത്തും ആത്മവിശ്വാസത്തിന്റെ രേഖകൾ തെളിഞ്ഞു. വിക്രം സിംഗ് പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്: ഇതോടൊപ്പം നമ്മൾ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചില ബാസ്റ്റഡുകളുണ്ട്. അവർക്ക് മാപ്പില്ല. അവരുടെ ജീവനും കൊണ്ടേ നമ്മൾ പോകൂ. അനുയായികൾ എന്തിനും ഒരുക്കമായിരുന്നു. മുഖ്യമന്ത്രി ദിവാകരന് ഒരേയൊരു മകൾ മാത്രമേയുള്ളൂ, ഭദ്ര. കൊല്ലത്താണ് താമസം. ഭർത്താവ് വലിയൊരു ബിസിനസ്സുകാരൻ ചന്ദ്രശേഖരൻ. ചെമ്മീൻ എക്സ്പോർട്ടിംഗ് ആണ് മുഖ്യ ബിസിനസ്. നീണ്ടകരയ്ക്കടുത്ത്, കടലിനോടടുത്ത് വിശാലമായ പറമ്പിൽ കനത്ത മതിൽക്കെട്ടിനുള്ളിലെ കൊട്ടാരം പോലെ തോന്നുന്ന കെട്ടിടം, അതാണ് അവരുടെ വീട്. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. മക്കൾ രണ്ടുപേരും വീട്ടിലുണ്ട്. മൂത്തവൻ വിനു 5ാം സ്റ്റാൻഡേർഡിലും ഇളയവൾ വിദ്യ 3ലും പഠിക്കുന്നു. വെള്ളിയാഴ്ചകളിൽ ചന്ദ്രശേഖരൻ കോൺവെന്റിൽ നിന്നും മക്കളെ വീട്ടിൽ കൊണ്ടുവരും. തിങ്കളാഴ്ച രാവിലെ തിരികെ കൊണ്ടുപോയി വിടും. അതാണ് പതിവ്. രാവിലെ ചന്ദ്രശേഖരൻ ആലപ്പുഴയ്ക്ക് പോയതാണ്. ഭദ്ര അടുക്കളയിലും. കുട്ടികൾ വിശാലമായ മുറ്റത്തെ പഞ്ചാരമണലിൽ ക്രിക്കറ്റ് കളിക്കുകയാണ്. വിദ്യ ബൗൾ ചെയ്യുന്നു, വിനു ബാറ്റിങ്ങും. ഗേറ്റിനപ്പുറത്ത് റോഡിൽ ഒരു മാരുതി വാൻ വന്നു നിന്നു. അതിൽ നിന്നും ജോക്കറെ പോലെ വേഷം ധരിച്ച ഒരു മനുഷ്യൻ ഇറങ്ങി. ഗേറ്റിൽ നിന്ന് അകത്തേക്ക് നോക്കി. കുട്ടികൾ യാദൃച്ഛികമായി അയാളെ കണ്ടു. അതോടെ അയാൾ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. കുട്ടികൾ ഗേറ്റിങ്കലേക്ക് ഓടിയെത്തി. ജോക്കറുടെ കണ്ണുകൾ തിളങ്ങി. അതിനുള്ളിൽ പകയിളകി. അധ്യായം 39. കുട്ടികൾ കൗതുകത്തോടെ ആ ജോക്കറെ നോക്കി. ഗേറ്റിൽ പിടിച്ചുകൊണ്ട് അയാൾ അവരെ നോക്കി. നൃത്തത്തിന്റെ ചുവടുകൾ വെച്ചു. പിന്നെ അവരെ തൊട്ടരികിലേക്ക് വിളിച്ചു. യാതൊരു മടിയും കൂടാതെ വിനുവും വിദ്യയും അയാൾക്കരികിലെത്തി. ജോക്കർ അങ്കിള് എവിടെന്ന് വരികയാ? വിദ്യ തിരക്കി. കുറെ ദൂരെ എന്നാ. എന്തിനാ ഇവിടെ വന്നത്? വിനുവിന്റെ വകയായിരുന്നു ആ ചോദ്യം. ഞങ്ങള് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വന്നതാ. മമ്മൂട്ടിയും മോഹൻലാലുമൊക്കെ ദാ ആ കടലോരത്തുണ്ട്. ഹായ്. കുട്ടികൾക്ക് അതിഷ്ടമായ ആഹ്ലാദം. അവരെ ഞങ്ങൾക്കൊന്ന് കാട്ടിത്തരാമോ? പിന്നെന്താ, ഇറങ്ങി വാ. മറ്റൊന്നും ചിന്തിക്കാതെ കുട്ടികൾ ഗേറ്റ് തുറന്ന് ഇറങ്ങി വന്നു. എവിടെയാ ഷൂട്ടിങ്? അവിടെ. അയാൾ അകലേക്ക് കൈ ചൂണ്ടി. കുട്ടികൾ അങ്ങോട്ട് നോക്കുമ്പോൾ റോഡിന്റെ അങ്ങേ സൈഡിൽ കിടന്നിരുന്ന മാരുതി വാൻ പൊടുന്നനെ സ്റ്റാർട്ടായി. വെട്ടിത്തിരിഞ്ഞ് അവർക്കരികിൽ വന്ന് ബ്രേക്കിട്ടു. ഒപ്പം പിന്നിലെ ഡോർ നിരങ്ങി മാറി. ജോക്കർ കുട്ടികളെ അവിടേക്ക് തള്ളി. വാനിനുള്ളിൽ നിന്നും 2 കൈകൾ നീണ്ടുവന്നു. വിനുവിനെ വലിച്ച് അകത്തേക്ക് കയറ്റി. അപ്പോഴേക്കും ജോക്കർ വിദ്യയെയും അതിനുള്ളിലേക്ക് എടുത്തു കയറ്റി കഴിഞ്ഞിരുന്നു. കുട്ടികൾ കുതറിപ്പിടഞ്ഞ് നിലവിളിച്ചു. പക്ഷേ അപ്പോഴേക്കും വാനിന്റെ ഡോർ അടഞ്ഞു. അത് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞിരുന്നു. ബലിഷ്ഠമായ കരങ്ങൾ അവരുടെ വായ്ക്കു മുകളിൽ അമർന്നു. വാൻ നാഷണൽ ഹൈവേയിൽ വലത്തേക്ക് തിരിഞ്ഞ് വാഹനങ്ങൾക്കിടയിൽ ലയിച്ചു. ചീഫ് മിനിസ്റ്റർ ദിവാകരന്റെ വീട്ടിൽ ഫോൺ ശബ്ദിച്ചു. PA ആണ് എടുത്തത്. CMനെ വേണം. അപ്പുറത്തു നിന്നും ശബ്ദം. നിങ്ങൾ ആരാണ്? അയാൾ തിരക്കി. നിന്റെ അമ്മയുടെ കെട്ടിയോൻ. അപ്പുറത്തെ ശബ്ദം കുറെ കൂടി പരുഷമായി. അങ്ങേർക്ക് കൊടുക്കടാ ഫോൺ. വേണോ വേണ്ടയോ എന്ന് PA ഒരു നിമിഷം ചിന്തിച്ചു. അപ്പോൾ പിന്നെയും അങ്ങേ തലക്കിൽ നിന്നും ശബ്ദം ഒഴുകിയെത്തി. ഫോൺ കൊടുക്കാൻ വൈകുന്ന ഓരോ നിമിഷവും 2 ജീവനുകൾ നഷ്ടമായി കൊണ്ടിരിക്കുകയാണ്. PA ഞെട്ടിപ്പോയി. അയാൾ ചീഫ് മിനിസ്റ്റർക്ക് റിസീവർ കൈമാറി. യെസ്. ദിവാകരൻ റിസീവർ കാതോട് ചേർത്തു. ഞാൻ വിക്രം സിംഗ്. ആ ശബ്ദം ഒരു ബുള്ളറ്റായി പറന്നു വന്ന് കാതിനുള്ളിലേക്ക് പുളഞ്ഞിറങ്ങുന്നത് പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. എന്തു വേണം നിങ്ങൾക്ക്? തന്റെ ശബ്ദം കഴിവതും പതറാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. മര്യാദയ്ക്ക് കീഴടങ്ങിയില്ലെങ്കിൽ നിനക്ക് ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. മറുപടിയായി അയാളിൽ നിന്ന് ഉയർന്നത് ഒരു പൊട്ടിച്ചിരിയാണ്. അതിന്റെ അലകൾ അടങ്ങിയപ്പോൾ വിക്രം സിംഗ് തിരക്കി.
തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട എനിക്ക് അതിൽ കൂടുതൽ എന്ത് കോപ്പാടോ മുഖ്യമന്ത്രി ദുഃഖിക്കാനുണ്ടാവുക? പക്ഷെ ഞാനൊന്ന് മനസ്സ് വെച്ചാൽ താൻ ദുഃഖിക്കും. ചുമ്മാതെ ദുഃഖിക്കുകയല്ല, തലയറിഞ്ഞ് കരയും. നീ വിളിച്ചതെന്തിനാണെന്ന് പറയൂ. എനിക്കിവിടെ ഒരുപാട് തിരക്കുണ്ട്. ദിവാകരൻ അസ്വസ്ഥനായി. എത്ര തിരക്കുണ്ടെങ്കിലും എന്റെ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടി നിങ്ങൾ മണിക്കൂറുകൾ പോലും കാത്തിരിക്കാൻ പോകുന്നതേയുള്ളൂ മിനിസ്റ്ററെ. ചീഫ് മിനിസ്റ്റർക്ക് കോപം വന്നു തുടങ്ങിയിരുന്നു. അദ്ദേഹം റിസീവർ വയ്ക്കാൻ ഭാവിക്കുകയായിരുന്നു. പെട്ടെന്നാണ് വിക്രം സിംഗ് ചോദിച്ചത്, നിങ്ങളുടെ കൊച്ചുമക്കൾ ഇപ്പോൾ എവിടെയാണെന്ന് അറിയാമോ? ഏത് കൊച്ചുമക്കൾ? അതന്നെ, ഈ രാജ്യം മുഴുവൻ നിങ്ങൾക്ക് മക്കളും കൊച്ചുമക്കളുമുണ്ടോ? ദിവാകരന്റെ തലച്ചോറിനുള്ളിൽ ഒരു കരിന്തേൽ കുത്തി. അപ്പോൾ സിംഗ് വീണ്ടും തിരക്കി, കൊല്ലത്ത് നിങ്ങൾക്ക് കൊച്ചുമക്കളുണ്ടെന്ന കാര്യം മറന്നിട്ടില്ലല്ലോ? ഇല്ല, അവർക്കെന്ത് പറ്റി? ഇതുവരെ ഒന്നും പറ്റിയില്ല, ഇനി പറ്റാൻ പോകുന്നതേയുള്ളൂ. ഒന്ന് തെളിച്ചു പറയൂ നിങ്ങൾ. പറയാം, കുറെ കഴിഞ്ഞിട്ട്. ഫോൺ കട്ടായി. അതോടെ ദിവാകരന്റെ പരിഭ്രമമേറി. അരുതാത്തതെന്തോ നടന്നിരിക്കുന്നുവെന്ന് അന്തരംഗം മന്ത്രിച്ചു. ഉടനെ ആ ഫോൺ വെച്ചിട്ട് മൊബൈൽ ഫോൺ എടുത്ത് കൊല്ലത്തെ നമ്പറിൽ കുത്തി. മകൾ ഭദ്രയാണ് അറ്റൻഡ് ചെയ്തത്. ഞാനാ മോളെ അച്ഛൻ. ഓ, അപ്പോൾ എന്നെ മറന്നിട്ടില്ല. ഭദ്രയുടെ പരിഭവം കേട്ടപ്പോഴേ ദിവാകരന്റെ മനസ്സിനുള്ളിൽ ഒരു തണുത്ത കാറ്റ് വീശി. അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. സംഭവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയായിരിക്കില്ല പ്രതികരിക്കുക. മക്കളെന്തിയെ മോളെ? അവരെ വീട്ടിൽ കൊണ്ടുവന്നോ? വന്നച്ഛാ. എന്നിട്ടെവിടെ? അവരെ ഒന്ന് വിളിച്ചേ. ഭദ്ര കുട്ടികളെ വിളിക്കുന്നത് ഫോണിലൂടെ കേൾക്കാമായിരുന്നു. മക്കളെ, വിനു, വിദ്യേ, ദേ നിങ്ങളുടെ മുത്തച്ഛൻ വിളിക്കുന്നു. എന്നിട്ട് അവൾ മന്ത്രിയോട് പറഞ്ഞു, ഞാൻ അടുക്കളയിലായിരുന്നു അച്ഛാ. അവര് മുറ്റത്ത് കളിച്ചോണ്ടിരിക്കുകയാ. ഞാൻ അങ്ങോട്ട് ചെല്ലാം. ചന്ദ്രശേഖരൻ എന്തിയെ? ആലപ്പുഴയ്ക്ക് പോയി. ഭദ്ര മുറ്റത്തെത്തിയിരിക്കണം. അവിടെയും മൊബൈൽ ഫോണായതിനാൽ പിറുപിറുക്കുന്നത് കേട്ടു. ഈ പിള്ളേരിതെവിടെ പോയി? ദിവാകരന്റെ നെറ്റി ചുളിഞ്ഞു. മനസ്സിൽ സംശയത്തിന്റെ കാർമേഘങ്ങൾ നിറഞ്ഞു. ഈശ്വര. ഭദ്ര വേലക്കാരെ വിളിക്കുന്നതും കുട്ടികളെക്കുറിച്ച് തിരക്കുന്നതും കേട്ടു. അവരും അറിയില്ലെന്ന് പറയുന്നു. അച്ഛാ, അവരെ ഇവിടെ കാണുന്നില്ലല്ലോ. ഭദ്രയുടെ ശബ്ദത്തിൽ പ്രകടമായ പതർച്ച. അയ്യോ, ഗേറ്റും തുറന്നു കിടക്കുകയാണല്ലോ. ആസന്നമായിരിക്കുന്ന അപകടത്തിന്റെ ഭീകരരൂപം ദിവാകരന് വ്യക്തമായി. എങ്കിലും മകളെ ആശ്വസിപ്പിക്കാനായി ഇങ്ങനെ പറഞ്ഞു, പേടിക്കണ്ട മോളെ, അവർ അവിടെയെങ്ങാനും കാണും. ശരിക്കും എല്ലായിടത്തും ഒന്ന് നോക്ക്. ഞാൻ അല്പം കഴിഞ്ഞ് വിളിക്കാം. മറുപടിക്ക് കാക്കാതെ അദ്ദേഹം ധൃതിയിൽ ഫോൺ ഓഫ് ചെയ്തു. PA ഒന്നും മനസ്സിലാകാതെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. വിവശനായി മുഖ്യമന്ത്രി അയാളോട് പറഞ്ഞു, താൻ വേഗം DGPയെയും കമ്മീഷണർ ജയശങ്കറെയും വിളിക്ക്. വേഗം ഇവിടെ വരാൻ പറ സാർ. PA അപ്പോൾ തന്നെ ഇരുവരെയും വിളിച്ച് വിവരം പറഞ്ഞു. 2 മിനിറ്റ് കഴിയും മുൻപ് വീണ്ടും ഫോൺ ശബ്ദിച്ചു. PA റിസീവർ എടുത്ത് മുഖ്യമന്ത്രിക്ക് നീട്ടി. ഹലോ, വിക്രം സിംഗ്. എടാ ചെകുത്താനെ, എന്റെ കുഞ്ഞുങ്ങളെ നീ എന്തു ചെയ്തടാ? അലറുകയായിരുന്നു അദ്ദേഹം. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. എന്താ, വല്ലതും ചെയ്യണോ? ഒരു കമ്പി പഴുപ്പിച്ച് അവരുടെ മൂക്കിലൂടെയോ കണ്ണിലൂടെയോ കുത്തിയിറക്കട്ടെ. ഷട്ടപ്പ് സ്കൗണ്ട്രൽ. കൊന്നുകളയും നിന്നെ ഞാൻ. എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ. താനൊരു പുല്ലും ചെയ്യില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയിലെ താൻ. ആ ഒരു പരിഗണന വെച്ച് മറ്റാർക്കും നൽകാത്ത ഒരു ഫേവർ നിങ്ങൾക്ക് തരാം ഞാൻ. എന്നെ അനുസരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ കുട്ടികളെ ഒരു പോറൽ പോലും ഏൽക്കാതെ തിരികെ തന്നേക്കാം. പക്ഷേ മറ്റൊന്ന് അടിവരയിട്ട് ആദ്യമേ തന്നെ നിങ്ങൾ മനസ്സിൽ കുറിച്ചോളൂ. ഒരു പോലീസ് പട്ടിയും ഒരു നായിന്റെ മോനും എന്റെ അനുവാദമില്ലാതെ കുട്ടികളെ കാണാൻ പോലും കഴിയില്ല. എന്താ നിനക്ക് വേണ്ടത്? തളർച്ചയോടെയാണ് ചീഫ് മിനിസ്റ്റർ തിരക്കിയത്. ഐ വാണ്ട് മണി. നല്ല പളപളപ്പുള്ള കറൻസിയെ. രാഷ്ട്രപിതാവിന്റെ മനോഹരമായ ചിത്രമുള്ളത്. കൂടുതലൊന്നും വേണ്ട, ഒരു 10 കോടി. നിങ്ങൾക്ക് അതിന്റെ ഒരുപാട് ഇരട്ടി തരാൻ കഴിയുമെന്ന് എനിക്കറിയാം. എന്നാലും വേണ്ട. വിക്രം സിംഗ് ആള് വളരെ ഡീസന്റ് ആണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്തു മറുപടി പറയും എന്നറിയാതെ പകച്ചിരിക്കുകയാണ് ചീഫ് മിനിസ്റ്റർ. അപ്പോൾ വിക്രം സിംഗിന്റെ ശബ്ദം പിന്നെയും കാതുകളിലേക്ക് ഒഴുകി വന്നു. ചിന്തിക്കാൻ സമയം തരാം ഞാൻ, 24 മണിക്കൂർ. പിന്നെ മറ്റൊന്ന്, ഫൗൾ പ്ലേക്ക് മുതിർന്നാൽ കൊച്ചുമക്കളുടെ ഓരോ അവയവം ഞാൻ നിങ്ങൾക്ക് പാഴ്സലായി അയച്ചു തരും. അല്ലാത്ത പക്ഷം നമ്മുടെ ഉടമ്പടി അവസാനിക്കും വരെ കണ്ണിലെ കൃഷ്ണമണി പോലെ കുട്ടികളെ ഞാൻ കാത്തു സൂക്ഷിക്കും. അപ്പോഴും മറുപടി നൽകാൻ കഴിഞ്ഞില്ല ദിവാകരന്. തൽക്കാലം ഞാൻ നിർത്തുന്നു. 10 കോടി എന്നുള്ളത് ബാർഗെയിൻ ചെയ്യാൻ മനസ്സിൽ പോലും ചിന്തിക്കരുത്. ആ സംഖ്യയ്ക്ക് മാറ്റമില്ല. ഫോൺ കട്ടായി. മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ DGP രാഘവ വാര്യരും കമ്മീഷണർ ജയശങ്കറും ചീഫ് മിനിസ്റ്ററുടെ മുന്നിലെത്തി അറ്റൻഷനായി. സാർ, ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു സാർ. വാര്യർ ഇരുന്നു.
ജയശങ്കർ ചീഫ് മിനിസ്റ്ററുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്നതേയുള്ളൂ. മിനിസ്റ്റർ ഒരു വിധത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു. ഇരുവരും സ്തബ്ധരായി. വാര്യർ പെട്ടെന്ന് കൊല്ലം SP വിളിച്ച് കുട്ടികളെ തിരയുന്ന കാര്യം ചുമതലപ്പെടുത്തി. പിന്നെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും വയർലെസ് മെസ്സേജ് നൽകുവാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. അങ്ങ് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട സാർ, കുട്ടികളെ ഒരു പോറൽ പോലും ഏൽക്കാതെ ഞാൻ അങ്ങയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും, ജയശങ്കർ ഉറപ്പുകൊടുത്തു. ദിവാകരൻ അയാളെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. ആ നേരത്ത് മൊബൈൽ ഫോൺ ശബ്ദിച്ചു. മകളാണ് വിളിക്കുന്നതെന്ന് അതിൽ നമ്പർ തെളിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായി. എനിക്ക് വയ്യ രാഘവ, അവളോട് സംസാരിക്കാൻ. അദ്ദേഹം ഫോൺ DGPയെ ഏൽപ്പിച്ചു. അച്ഛാ, മക്കളെ കാണുന്നില്ല, എല്ലായിടത്തും തിരഞ്ഞു, ഒരിടത്തുമില്ല, ഭദ്ര നിലവിളിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ DGPയാണ് മേഡം, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഉടനെ കണ്ടുപിടിക്കും, അതിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തിട്ടുണ്ട്. എന്റെ കുഞ്ഞുങ്ങൾ. ഭദ്ര അലമുറയിടുകയാണ്. DGPയും അസ്വസ്ഥനായി. കേരളം മുഴുവൻ അരിച്ചു പെറുക്കുകയാണ് പോലീസ്. ബസും ട്രെയിനും വരെ അവർ തെരഞ്ഞു. ഒരിടത്തും യാതൊരു തുമ്പും കിട്ടുന്നില്ല. ഭൂമി പിളർന്ന് അവിടെ മറഞ്ഞിരിക്കുകയാണോ വിക്രം സിംഗ്? ആലപ്പുഴയിൽ നിന്നും വിവരമറിഞ്ഞ് ചന്ദ്രശേഖരനുമെത്തി. കമ്മീഷണർ ജയശങ്കർ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് കോളുകളൊക്കെ എവിടെ നിന്നാണെന്ന് കണ്ടെത്തി. വിക്രം സിംഗ് ഫോൺ ചെയ്ത സമയം വെച്ച് നോക്കിയപ്പോൾ തലസ്ഥാനത്ത് തന്നെയുള്ള ബൂത്തുകളിൽ നിന്നാണെന്നറിഞ്ഞു. മിനിസ്റ്ററുടെ വീട്ടിലേക്ക് ഏത് ബൂത്തിൽ നിന്ന് ആര് വിളിച്ചാലും അപ്പോൾ തന്നെ പിടിക്കുവാനായി വേണ്ട ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കി. നേരം സന്ധ്യയായി. കൊല്ലത്ത് ചന്ദ്രശേഖരന്റെ വീടിന്റെ ഗേറ്റിൽ ഒരു വാൻ പതിയെ ബ്രേക്കിട്ടു. മുറ്റത്തു നിന്ന് ചന്ദ്രശേഖരൻ അത് കാണുന്നുണ്ടായിരുന്നു. വാനിൽ നിന്ന് പുറത്തേക്ക് എന്തോ വീഴുന്നത് അയാൾ കണ്ടു. വാൻ വേഗം പോകുകയും ചെയ്തു. ചന്ദ്രശേഖരൻ ഗേറ്റിങ്കലേക്ക് കുതിച്ചു. അവിടെ റോഡിൽ കിടക്കുന്ന സാധനം കണ്ട് അയാൾ ഞെട്ടി. ബാക്കി ഭാഗം നാളെ.